بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك. بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين ثم ما بعد. ഈ ഒരു ഹദീസിനെ കുറിച്ച് നമ്മളെ ആളുകൾ പലപ്പോഴും ചോദിക്കും, പ്രത്യേകിച്ച് മൗലവിമാരൊക്കെ ദായിമാരൊക്കെ. അപ്പോൾ ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഇപ്പം നമ്മളെ സമയത്തിൽ കുറച്ച് സമയമല്ലേ ഉള്ളൂ, അപ്പോൾ അതിൽ ഇത് ഒതുങ്ങും ചെയ്യും. മറ്റു വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസരത്തിൽ ഇൻഷാ അല്ലാഹ്, പ്രത്യേകിച്ച് അള്ളാഹിൻ്റെ സിഫാത്തുകൾ. ഈ ഹദീസ് ഇമാം അബൂദാവൂദ്, ഇമാം തുർമുദി, ഇമാം അഹ്മദ് ഇവരൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അതിൽ പറയുന്നത് മുഹദ്ദിസ് ഇത് ഇമാം തുർമുദിൻ്റെ റിവായത്താണ്. ഹദ്ദസന ഖുതൈബത്തു ഹദ്ദസന അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദിൻ അനിൽ അലാ ഇബ്നി അബ്ദുറഹ്മാൻ അൻ അബീഹി അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم إذا انتصف شعبان فلا تصوموا. എത്ര ഷാബാൻ? 16. അപ്പം ഇന്ന് നോമ്പെടുത്തവർക്കൊക്കെ ഈ ഹദീസ് ഒരു നട്ടലേക്കാറ്. പക്ഷേ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹദ്ദസന ഖുതൈബ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം തുർമുദിയാണ്. അപ്പോൾ ഇമാം തുർമുദി പറയാണ് നമ്മോട് പറഞ്ഞു. ഖുതൈബത്തു ഖുതൈബ ഇബ്നു സഈദ് അൽ ബലഗാനി, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അബൂ റജ. ഖുതൈബ ഇബ്നു സഈദാണ് വാപ്പാൻ്റെ പേര്. വല്യാപ്പാൻ്റെ പേര് ജമീൽ, വല്യാപ്പാൻ്റെ പേര് തരീഫ്. ഖുതൈബ ഇബ്നു സഈദ് ഇബ്നു ജമീൽ ഇബ്നു തരീഫ് അൽ ബലഗാനി എന്ന് പറയും. അദ്ദേഹം ബനി സഖീഫ് ഗോത്രക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് ഖുതൈബ ഇബ്നു സഈദ് അസ്സഖഫി എന്നാണ്. പിന്നെ അദ്ദേഹം ബലഖ് എന്ന് പറയുന്ന സ്ഥലത്ത് ബൽഗാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഇറങ്ങി പാർത്തതുകൊണ്ട് അദ്ദേഹം ഖുതൈബ ഇബ്നു സഈദ് അസ്സഖഫി അൽ ബലഖി അൽ ബലഗാനി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അബൂ റജ. അദ്ദേഹം ഹിജ്റയുടെ 150 ജനിച്ചിട്ട് 240 അദ്ദേഹം വഫാത്താണത്. ഖുതൈബ ഇബ്നു സഈദ് ഖാല, അദ്ദേഹം പറഞ്ഞു ഹദ്ദസന, ഇത് ഇമാം തുർമുദി പറയാണ്, നമ്മോട് പറഞ്ഞു. ആര് പറഞ്ഞു? ഖുതൈബ പറഞ്ഞു. ഖാല, ഖുതൈബ പറയാണ് ഹദ്ദസന, നമ്മോട് പറഞ്ഞു അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് അദ്ദേഹം അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് അദ്ദറാവർദിയാണ്. അദ്ദറാവർദി അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അബൂ മുഹമ്മദാണ്. അദ്ദേഹം ബനു ജുഹൈന ഗോത്രക്കാരനാണ്, മദീനക്കടുത്തുള്ള. അതുകൊണ്ട് തന്നെ അദ്ദേഹം മദനിയാണ്, ജുഹനിയാണ്. അൽ മദനി അൽ ജുഹനി. ഹിജ്റയുടെ 186 അദ്ദേഹം മരണപ്പെടുന്നത്. 186 അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ്.
അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് അദ്ദറാവർദി അബൂ മുഹമ്മദ് അൽ മദനി അദ്ദേഹം അനിൽ അലായിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഇബ്നു അബ്ദുറഹ്മാനാണ്. ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു യാക്കൂബ്. ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അബൂ ഷിബിൽ എന്നാണ്. അബൂ ഷിബിൽ. അദ്ദേഹവും മദനിയാണ്, അദ്ദേഹവും ജുഹനിയാണ്, ബനു ജുഹൈന ഗോത്രക്കാരനാണ്. അബൂ ഷിബിൽ അൽ മദനി അൽ ജുഹനി. അപ്പോൾ ഹദ്ദസന അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദാണ് ഖുതൈബിയോട് പറഞ്ഞത് ഈ ഹദീസ്. അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് ഇത് റിവായത്ത് ചെയ്യുന്നത് അനിൽ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുറഹ്മാനിൽ നിന്നാണ്. ഇബ്നു അബ്ദുറഹ്മാനാണ് അബൂ ഷിബിൽ അൽ മദനി അൽ ജുഹനി. ഹിജ്റയുടെ 130 ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 130 ശേഷം, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ താരീഖിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 130 ശേഷമാണ് അയാൾ മരണപ്പെടുന്നത്. അദ്ദേഹം ഈ ഇബ്നു അബ്ദുറഹ്മാൻ. ഇബ്നു അബ്ദുറഹ്മാൻ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അബീഹി തൻ്റെ വാപ്പയിൽ നിന്നാണ്. ആ വാപ്പ അവിടെ ഉണ്ട്. ആരാ? അബ്ദുറഹ്മാൻ. ഇബ്നു അബ്ദുറഹ്മാനാണ്. അബ്ദുറഹ്മാൻ്റെ മകൻ അലയാണ്. ഈ അലയിൽ നിന്നാണ് അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇബ്നു അബ്ദുറഹ്മാൻ തൻ്റെ വാപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണം. വാപ്പ അബ്ദുറഹ്മാൻ ഇബ്നു യാക്കൂബ് അൽ ജുഹനി. അദ്ദേഹം ബനു ജുഹൈന ഗോത്രക്കാരനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു യാക്കൂബ്. അദ്ദേഹം ഇബ്നു യാക്കൂബാണ്. അദ്ദേഹം ഹിജ്റയുടെ 100-നും 110-നും ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരൊന്നും പറയപ്പെട്ടില്ല. അബ്ദുറഹ്മാൻ ഇബ്നു യാക്കൂബ്, അതാണ് അബീഹി അൽ ജുഹനി. അദ്ദേഹം അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ ഹുറൈറ സഹാബിയാണ്. അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. അബൂ ഹുറൈറ മരണപ്പെട്ടത് ഹിജ്റയുടെ 58. അബൂ ഹുറൈറ ബനു ദൗസ് ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ അദ്ദൗസി അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി റളിയല്ലാഹു അൻഹു ഖാൽ. അപ്പോൾ ഹദ്ദസന ഖുതൈബത്തു ഖാല, ഖുതൈബ പറയാണ്, ഹദ്ദസന നമ്മോട് പറഞ്ഞ അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് അനിൽ അലായിൽ നിന്നാണ് അബ്ദുൽ അസീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. തൻ്റെ പിതാവ് അബീഹി അബ്ദുറഹ്മാൻ ഇബ്നു യാക്കൂബിൽ നിന്നാണ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹം അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. ഖാല, അബൂ ഹുറൈറ പറഞ്ഞു, ഇതാണ് ഹദീസിൻ്റെ മത്തിൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻ തസഫ ശഅബാനു ഫലാ തസൂമു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദൻ തസഫ ഷഅബാൻ ഇൻതസഫന പകുതിയായാൽ, നിസ്ഫായാൽ, ഫലാ തസൂമു നിങ്ങൾ നോമ്പെടുക്കരുത്. അപ്പോൾ ഷഅബാൻ 15 ആയി കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കരുത് എന്നാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അത് ഈ ഹദീസിൻ്റെ വ്യക്തമായ തേട്ടാണ്. ഈ ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തു, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തു, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ വേറെയും ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഈ ഹദീസ് കാരണത്താൽ ചില ഇഷ്കാലുകളുണ്ട്. എന്താ? ഷഅബാൻ 15 ശേഷം നോമ്പെടുക്കാൻ പാടുണ്ടോ ഇല്ലേ? കാരണം ഇതിൽ പാടില്ല എന്നാണ്. പക്ഷേ മറ്റ് ചില സഹീഹായ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന് ഈ ഹദീസ് എതിരായി വരുന്നുണ്ട്. അതേതാണ്? സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖദ്ദമു അല്ലെങ്കിൽ ലാ തുഖദ്ദിമു റമദാന ബിസൗമി യൗമിൻ ഔ യൗമൈനി. ലാ തുഖദ്ദിമു റമദാനിനെ നിങ്ങൾ മുൻകടക്കരുത്, ബിസൗമി യൗമിൻ ഔ യൗമൈനി, 1-2 ദിവസം മുമ്പ് നോമ്പെടുത്തിട്ട്. എന്ന് പറഞ്ഞാൽ
ഷാബാൻ 29, ഷാബാൻ 30, 28 ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പെടുത്തിട്ട് റമളാൻ്റെ മുമ്പ് നിങ്ങൾ നോമ്പെടുക്കരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഈ 28 അല്ലെങ്കിൽ 29, 30 ദിവസങ്ങളിലൊക്കെ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അത് യൗമുശക്കാണ് അല്ലേ? യൗമുശക്കിൽ നോമ്പെടുക്കാൻ പാടില്ല. റമളാൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് നോമ്പെടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സഹീഹായ ഹദീസാണ്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെ ഒക്കെ റിവായത്താണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? റമളാൻ 1-2 ദിവസം മുമ്പ് നോമ്പ് കൊണ്ട് തുടങ്ങരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 27 നോമ്പെടുക്കാം, 26 നോമ്പെടുക്കാമെന്നാണ്. അപ്പോൾ ഈ ഹദീസിൻ്റെ തേട്ടത്തിനെതിരാണ് ഈ ഹദീസ്. അത് കാരണത്താൽ തന്നെ ഈ ഹദീസിനെ സഹീഹാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവർ നിരൂപണ വിധേയരായി. ഇതിനെ സഹീഹാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ പിന്നെ എന്തടിസ്ഥാനത്തിൽ ഇതിനെ സഹീഹാക്കി തുടങ്ങിയ വലിയ ചർച്ച കാണാൻ സാധിക്കും ഹദീസ് ഗ്രന്ഥങ്ങളിൽ. ഇതിനെ ഇമാം തുർമുദി സഹീഹാക്കി. ഈ ഹദീസിനെ തുർമുദിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം തുർമുദി പറഞ്ഞത് ഹസനുൻ സഹീഹ് എന്നാണ്, സഹീഹായ ഹദീസാണ്. അതേപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ അൽ ബുസ്തി അദ്ദേഹം ഇതിനെ സഹീഹാക്കി, ഇബ്നു ഹിബ്ബാൻ. അതേപോലെ തന്നെ ഇമാം തഹാവി ഇമാം തഹാവി ഇതിനെ സഹീഹാണെന്ന് പറഞ്ഞു. അതേപോലെ ഹാക്കിം, ഇമാം അൽ ഹാക്കിം ഇതിനെ സഹീഹാണെന്ന് പറഞ്ഞു. ഇബ്നു അബ്ദുൽ ബർ അതേപോലെ ഇതിനെ സഹീഹാണ് എന്ന് പറഞ്ഞ പണ്ഡിതൻ. ഇവരൊക്കെ ഈ ഹദീസിനെ സഹീഹാക്കിയിട്ടുണ്ട്. ഇവരിതിനെ സഹീഹാക്കി. പക്ഷേ ഇവരെക്കാൾ പ്രഗത്ഭരായ പല റാവിമാരും ഇതിനെ ദുർബലാക്കി. ഇതിനെ ദുർബലമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് ഇമാം അഹ്മദ്, അതേപോലെ തന്നെ അബൂ സുറ റാസി, പിന്നെ അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി, ഇമാം അൽ അസ്റം, ഇവരൊക്കെ ഇതിനെ ദുർബലമാണ് എന്ന് പറഞ്ഞു ഈ ഹദീസിനെ കുറിച്ച്. ഇപ്പോൾ നമ്മൾ ബോർഡിൽ എഴുതിയ ഹദീസിനെ കുറിച്ച് തുർമുദി, ഇബ്നു ഹിബ്ബാൻ, തഹാവി, ഹാക്കിം, ഇബ്നു അബ്ദുൽ ബറിനെ കുറിച്ച് ഒരു പ്രസംഗിച്ചപ്പോൾ ഇബ്നു അബ്ദുൽ ബിർ എന്ന് വായിച്ചു. അത് കാരണത്താൽ ഇപ്പോൾ ഇഷ്കാല് എന്താണ് എന്നുള്ളത്. ഇബ്നു അബ്ദുൽ ബറാണ്, ബിറല്ല, അബ്ദുൽ ബർ. ഇവർ ഈ ഇബ്നു അബ്ദുൽ ബറിനെ ഹാക്കിം, തഹാവി, ഇബ്നു ഹിബ്ബാൻ, തുർമുദി ഇവരൊക്കെ ഇതിനെ സഹീഹാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. എന്നാൽ ഇമാം അഹ്മദ്, അബൂ സുറ റാസി, അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി, അൽ അസ്റം തുടങ്ങിയ പണ്ഡിതന്മാർ ഇവരൊക്കെ അഗ്രഗണ്യരായ വലിയ പണ്ഡിതന്മാരാണ്. ഇവർ പറഞ്ഞത് ഈ ഹദീസ് ദുർബലമാണ് എന്ന് മാത്രമല്ല സഹീഹായ ഹദീസുകൾക്കെതിരായ ഷാദായ ഹദീസാണിത് എന്നാണ് അൽ അസ്റം പറഞ്ഞത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അലാ ഇബ്നു അബ്ദുറഹ്മാൻ ഉണ്ടല്ലോ, ഈ അലായിനെ കുറിച്ച് ചില മുൻകറായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. മുൻകറായ പിന്നെ വിശ്വസ്തന്മാരായ റാവിമാർ റിപ്പോർട്ട് ചെയ്തതിന് എതിരായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സഹിയായ കൂടുതൽ പ്രബലമായ റിപ്പോർട്ടുകൾക്ക് എതിരായി റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്ന് അലായിനെ കുറിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അപ്പോൾ ദുർബലാണെന്ന് മാത്രമല്ല തീർത്തും ദുർബലം എന്ന രീതിയിലാണ് ഈ പണ്ഡിതന്മാർ ഇതിനെ വിശേഷിപ്പിച്ചത്. അവർ പ്രഗത്ഭരായ പണ്ഡിതന്മാരുമാണ്. ഇതിനെ ദുർബലമാണെന്ന് നിരൂപിക്കുവാൻ ഒരു കാരണം, ഈ പണ്ഡിതന്മാർ ഇതിനെ ദുർബലമാണെന്ന് നിരൂപിക്കാൻ ഒരു കാരണം ഈ അലാ ഇബ്നു അബ്ദുറഹ്മാനിൽ നിന്ന്, അല്ലെങ്കിൽ അലാ ഇബ്നു അബ്ദുറഹ്മാൻ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റാവി ഉണ്ട്. അത് ഈ റിവായത്തിൽ വന്നിട്ടില്ല. അയാളുടെ പേര് കുസൈർ ഇബ്നു അബ്ബാദ് എന്നാണ്. മനസ്സിലായില്ലേ അദ്ദേഹത്തിൻ്റെ പേര്? അപ്പോൾ ഈ അലാ ഇബ്നു അബ്ദുറഹ്മാൻ
കുസൈർ ഇബ്നു അബ്ബാദിൽ നിന്ന്, കുസൈർ ഇബ്നു അബ്ബാദിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇമാം അബൂ ദാവൂദിൻ്റെ റിപ്പോർട്ട് അതാണ്. ഇമാം അബൂ ദാവൂദിൻ്റെ റിപ്പോർട്ടിൽ അലാ ഇബ്നു അബ്ദുറഹ്മാൻ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇയാളിൽ നിന്നാണ്, കുസൈർ ഇബ്നു അബ്ബാദിൽ നിന്നാണ്. ഈ കുസൈർ ഇബ്നു അബ്ബാദ് ദുർബലനാണ്. അതുകൊണ്ട് തന്നെ കുസൈർ ഇബ്നു അബ്ബാദ് കുസൈർ ഇബ്നു അബ്ബാദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് കാരണത്താൽ ഈ ഹദീസ് ദുർബലമാണ്. അതാണ് ഈ ഹദീസിനെ ദുർബലമാക്കാനുള്ള ഒരു കാരണം ഈ പണ്ഡിതന്മാർക്ക്. പക്ഷേ അലാ ഇബ്നു അബ്ദുറഹ്മാൻ ഉണ്ടല്ലോ, അദ്ദേഹം കുസൈർ ഇബ്നു അബ്ബാദ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മൾ എഴുതിയത്. അത് അലാ ഇബ്നു അബ്ദുറഹ്മാൻ ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? തൻ്റെ വാപ്പ അബ്ദുറഹ്മാൻ ഇബ്നു യാക്കൂബിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ആരില്ല? ഈ കുസൈർ ഇബ്നു അബ്ബാദില്ല. അപ്പോൾ അത് കാരണത്താൽ, അതാണ് ഇവർക്ക് ഇതിനെ ദുർബലമാക്കാൻ ഒരു കാരണം. അതില്ലാതെ തന്നെ സനദുള്ളത് കാരണത്താൽ ഈ തുർമുദിയുടെയും ഇബ്നു ഹിബ്ബാൻ്റെയും തഹാവിയുടെയും ഹാക്കിമിൻ്റെയും ഇബ്നു അബ്ദുൽ ബറിൻ്റെയും വിധിയാണ് ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ശരി. പറഞ്ഞാൽ മനസ്സിലായോ? കാരണം ഈ ഹദീസിൽ ആരില്ല? ഈ പറഞ്ഞ കുസൈർ ഇബ്നു അബ്ബാദില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഈ ഹദീസ് സഹീഹാണ്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണ് എങ്കിൽ, ഇത് സഹീഹാണ് എങ്കിൽ ഷാബാൻ 15 ശേഷമുള്ള നോമ്പിൻ്റെ വിധി എന്ത്? ഷാബാൻ 15 ശേഷം നോമ്പിൻ്റെ വിധി എന്ത്? ഇപ്പം ഈ ഹദീസ് സഹീഹാണ് എങ്കിൽ ഷാബാൻ 15 ശേഷം നോമ്പെടുക്കാൻ പാടില്ല എന്നാണ്. ഷാബാൻ 15 ശേഷം നോമ്പിൻ്റെ വിധി എന്താണ്? അതൊന്ന്. രണ്ടാമത്തെ മസല, സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും റമദാൻ്റെ 1-2 ദിവസം മുമ്പ് നിങ്ങൾ നോമ്പ് തുടങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഷാബാൻ്റെ 26, 27 നോമ്പെടുക്കാമെന്നാണ്. അപ്പോൾ ആ ഹദീസുമായിട്ട് ഈ ഹദീസ് ഏറ്റുമുട്ടുന്നില്ലേ? അത് രണ്ടാമത്തെ ചോദ്യമാണ്. ഈ രണ്ട് പ്രധാന വിഷയങ്ങൾ ഈ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഹദീസ് ഇദൻതസഫ ഷഅബാനു ഫലാ തസൂമു എന്നതിൻ്റെ തേട്ടം ഹദീസിനെ ഷറഹ് ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞത് ഷഅബാൻ 15 ആയാൽ നോമ്പ് തുടങ്ങരുത് എന്നാണ്. അതാണ്, ഷഅബാൻ 15 ആയാൽ പിന്നെ നോമ്പ് തുടങ്ങാൻ പാടില്ല ഷഅബാൻ മാസത്തിൽ. അതേസമയം ഷഅബാൻ 15 മുമ്പ് നോമ്പ് തുടങ്ങിയവർക്ക് എന്ത് ചെയ്യാം? ഷഅബാൻ 15 ശേഷവും നോമ്പ് തുടർത്താം. എന്നാൽ ഒരാൾ ഷഅബാൻ്റെ തുടക്കത്തിലൊന്നും നോമ്പെടുക്കാതെ 15 ശേഷം നോമ്പ് നോറ്റ് തുടങ്ങുക എന്നുള്ളതാണ് ഈ ഹദീസ് കൈകാര്യം ചെയ്യുന്ന വിഷയം. അപ്പോൾ എന്തില്ല? അപ്പോൾ ഈ ഹദീസ് കൊണ്ട് ഇഷ്കാലില്ല. ഒരാൾ ഷഅബാൻ 15 ശേഷം നോമ്പ് നോറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, തീരുമാനിക്കാൻ പാടുള്ളതല്ല. മനസ്സിലായോ? അതൊന്ന്. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ റമദാൻ്റെ 1-2 ദിവസം മുമ്പ് നിങ്ങൾ നോമ്പ് തുടങ്ങരുത് എന്ന് പറഞ്ഞത്? യൗമുശക്കാണ്. പിന്നെ യൗമുശക്കിൽ നോമ്പ് വെച്ചിട്ട് റമദാനിൽ നോമ്പ് തുടരാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 15 ശേഷം നോമ്പ് തുടങ്ങരുത് എന്ന് പറഞ്ഞത്. ചില ആളുകൾ പിന്നെ ഈ ഷെക്കിൻ്റെ ദിവസം നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യക്കാരാണ്. കാരണം എന്താ? അതുപോലെ ഒരു കൂടുതൽ ഭക്തരാണ്. നോമ്പ് റമദാൻ 1 നോമ്പ് നഷ്ടപ്പെട്ടു പോകരുത് വിചാരിച്ചിട്ട്. ഇന്നാണ് മാസപ്പിറവി മറ്റൊക്കെ കാര്യമായിട്ട് നമ്മൾ സൂക്ഷ്മമായിട്ട് കാണലും കാര്യങ്ങളൊക്കെ. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല. അപ്പോൾ റമദാൻ 1 മുതൽ നോമ്പ് നഷ്ടപ്പെടരുത് വിചാരിച്ചിട്ട് കാലയെ കൂട്ടി നോമ്പ് വെച്ച് തുടങ്ങും. അതിനെയാണ് ഇവിടെ എന്ത് ചെയ്യണത്? വിരോധിക്കുന്നത്. അത് വരാതിരിക്കാനാണ് എന്ത് പറഞ്ഞത്? ഷഅബാൻ 15 ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് തുടങ്ങരുത് എന്ന് പറഞ്ഞത്. കാരണം 15 ശേഷമാണ് ആളുകൾ എന്ത് ചെയ്യുക? നേരത്തെ നോറ്റ് തുടങ്ങും. എന്തിന്? റമദാൻ 1 മുതൽ നോമ്പ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇന്നത്തെ രീതിയിൽ പിന്നെ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളൊന്നുമില്ല മാസപ്പിറവി കാണാനും സ്ഥിരപ്പെടുത്താനും. അപ്പോൾ അത് വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഹദീസ് സഹീഹാനി എന്ന് പറഞ്ഞാൽ അതിലെന്തില്ല? അതിലൊരു ഇഷ്കാലുമില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷഅബാൻ 15 ശേഷം ആളുകൾ നോമ്പ് നോറ്റ് തുടങ്ങുക എന്നുള്ളതാണ്. അതേസമയം ഒരാൾ ഷഅബാൻ 15 മുമ്പ് തന്നെ നോമ്പ് നോൽക്കുന്നവരാണ് എങ്കിൽ അവർക്ക് ഷഅബാൻ 15 ശേഷവും നോമ്പ് തുടർത്താവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, പിന്നെ റമദാൻ മാസത്തിൽ 1 നോമ്പ് നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് പിന്നെ കാലയെ കൂട്ടി ഷഅബാനിൽ തന്നെ നോമ്പ് തുടങ്ങുന്ന ഒരു പതിവുണ്ടാവും ആളുകൾക്ക്, സൂക്ഷ്മതയുടെ ഭാഗം എന്നോണം. അപ്പോൾ അങ്ങനെ ഒരു കൃത്രിമത്വം ദീനിൽ ആവശ്യമല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൾ അങ്ങനെ കൃത്രിമത്വം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ പറഞ്ഞത് 15 ശേഷം നിങ്ങൾ നോമ്പ് തുടങ്ങരുത് എന്ന് പറഞ്ഞത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാ പിന്നെ ലാ
തുഖദ്ദിമു റമദാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ, റമദാൻ്റെ 1-2 ദിവസം മുമ്പ് നിങ്ങൾ നോമ്പ് തുടങ്ങരുത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നാൽ അയാൾ അതിന് മുമ്പ് തന്നെ നോമ്പ് നോൽക്കുന്ന അവസ്ഥയാണുള്ളത്. എന്തിന്? ഇപ്പോൾ വ്യാഴാഴ്ച നോമ്പ് അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച നോമ്പൊക്കെ നോൽക്കണ പതിവാണുള്ളത്. അത് 29-30 വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നോക്കാമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് റമദാൻ്റെ 1-2 ദിവസം മുമ്പ് നിങ്ങൾ നോമ്പ് തുടങ്ങരുത് എന്ന് റസൂലുള്ളാഹിൻ്റെ വിലക്കുള്ള റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന് മുമ്പ് ഒരാൾ നോമ്പ് നോൽക്കുന്ന ഒരാളാണ് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അയാളുടെ നോമ്പ് തുടർത്താവുന്നതാണ്. പക്ഷേ ആ ദിവസത്തിന് പ്രത്യേകമായിട്ട് നോമ്പെടുത്ത് തുടങ്ങുക എന്നുള്ളതാണ് റസൂൽ എന്ത് ചെയ്തത്? വിരോധിച്ചത്. അപ്പോൾ ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളതായ ഒരു വിവരം. ഫിഖ് ഹദീസിൻ്റെ സനദുമായി ബന്ധപ്പെട്ട് ഇതാണ് സനദ്. ഇതുവരെ ഹദ്ദസന ഖുതൈബത്തു ഖാല ഹദ്ദസന അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദ് അനിൽ അലാ ഇബ്നു അബ്ദുറഹ്മാൻ അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ. ഇതുവരെയാണ് സനദ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻ തസഫ ശഅബാനു ഫലാ തസൂമു. അപ്പോൾ ഈ മതനെ കുറിച്ച് നമ്മൾ പറഞ്ഞാണ് ഇതിലുള്ള ഫിഖ്, അതേപോലെ തന്നെ സനദിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ആദ്യം ഇവിടെ ഉണർത്തിയത്. ചില ആളുകൾ ഈ തിടുക്കം കാട്ടുന്ന ആളുകളാണ്. അത് കാരണത്താൽ തന്നെ ഈ ഹദീസുകളെ കുറിച്ചുള്ളതായ വിഷയങ്ങളിൽ അതിൻ്റേതായ സ്രോതസ്സുകളിൽ നിന്ന് പഠനം നടത്താതെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പ്രാമാണികമായി പറഞ്ഞത് എന്ത് എന്ന് നോക്കാതെ എന്ത് ചെയ്യും? ഈ ഹദീസുകളെ ചവിട്ടി മതിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അങ്ങനെ ആളുകൾ കാണുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ്. അത് വളരെ സൂക്ഷിക്കപ്പെടേണ്ട ഒരു വിഷയമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിനെ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് വിധി പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ അപകടമാണ്. എന്തെങ്കിലും ഇഷ്കാലുണ്ടാവും? ഈ ഹദീസോ ഇല്ല, ചിലപ്പോൾ ഈ ഹദീസ് കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെ ഇമാം ബുഖാരിക്കും ഇമാം മുസ്ലിമിനൊക്കെ അവരുടേതായ ചില ഷർത്തുകളും നിബന്ധനകളും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇതിൽ ചില റാവിമാർ ചിലപ്പോൾ ഇമാം മുസ്ലിമിൻ്റെ റാവിമാരായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഇമാം ബുഖാരിയുടെ റാവിമാരായി. ഉദാഹരണത്തിന് ഇപ്പോൾ അലാ ഇബ്നു അബ്ദുറഹ്മാൻ അലാ ഇബ്നു അബ്ദുറഹ്മാൻ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടില്ല. ഇമാം ബുഖാരിക്ക് ഫാത്തിഹ സൂറത്ത് ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് മഅ്മൂമിന് ഓതണോ വേണ്ടെന്നുള്ള വിഷയത്തിൽ ഒരു മുജല്ലദ് വാള്യമുണ്ട്, ഒരു കിതാബ് അൽ ഖിറാഅ ഖൽഫൽ ഇമാം, ഇമാമിൻ്റെ പിന്നിൽ മഅ്മൂം ഫാത്തിഹ ഓതുന്ന വിഷയത്തിൽ. അത് സഹീഹുൽ ബുഖാരി അല്ല, പിന്നെ വേറെ കിതാബാണ്. അതിൽ ഇമാം ബുഖാരി എന്തുണ്ട്? ഈ അലാ ഇബ്നു അബ്ദുറഹ്മാനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അലാ ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഈ റാവി ഉണ്ടല്ലോ, ഈ റാവിനെ കുറിച്ച് ഇബ്നു ഹജർ പറഞ്ഞത് സദൂഖുൻ യഹിം എന്നാണ്. സദൂഖുൻ യഹിമു അഹിയാൻ, അതായത് അദ്ദേഹം വിശ്വസ്തനായ റാവിയാണ്, പക്ഷേ ഇടയ്ക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യും? അദ്ദേഹത്തിന് ചില ധാരണ പിശകുകൾ സംഭവിക്കുമെന്നാണ്. ആരെക്കുറിച്ച് പറഞ്ഞത്? അലാ ഇബ്നു അബ്ദുറഹ്മാനെ കുറിച്ച് ഇബ്നു ഹജർ പറഞ്ഞത്. അതേപോലെ തന്നെ അബൂ ഹാത്തിം പറഞ്ഞു ഇദ്ദേഹത്തിൽ നിന്ന് ചില മുൻകറായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് ഇവർ പറഞ്ഞില്ലേ? അബൂ ഹാത്തിമിൻ്റെ വിധിയാണ് ഇദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ നിരൂപണ വിധേയനായ ഒരു റാവിയാണ് അൽ അലാ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു യാക്കൂബ് എന്ന് പറയുന്നത്. അത് കാരണത്താൽ തന്നെ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഇദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല. അങ്ങനെ ചില വിഷയങ്ങളുണ്ടാവും. ചില ഹദീസുകൾ ഇമാം ബുഖാരിക്കും മുസ്ലിമിനൊക്കെ അറിയാം, പക്ഷേ സഹീഹുൽ ബുഖാരിയിൽ സഹീഹുൽ മുസ്ലിമിൽ ഹദീസ് പരിഗണിക്കുകയാണെങ്കിൽ അവർക്ക് ചില ഷർത്തുകളുണ്ട്, അത് ഒത്തോളണമെന്നില്ല. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ അലാ ഇബ്നു അബ്ദുറഹ്മാൻ്റെ വിഷയം. ഈ വിഷയം നോക്കിയപ്പോൾ ഒരു ചരിത്രം വായിച്ചത്, ജാഹിലിയത്തിൽ ഇസ്ലാമിന് മുമ്പ് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളുടെ പേര് ആമിർ ഇബ്നു ദർബ് അൽ ഉദ്വാനി എന്നാണ്. ആമിർ ഇബ്നു ദർബ് അൽ ഉദ്വാനി. ഈ ആമിർ എന്ന് പറയുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, അൽ ഉദ്വാനി, ഇദ്ദേഹം മുശ്രിക്കായിരുന്ന കാലഘട്ടത്തിൽ, ജാഹിലിയത്തിന് മുമ്പ്, അന്ന് ജാഹിലിയ കാലഘട്ടക്കാർ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇയാളെയാണ് ചെന്ന് കാണുക.
അവരുടെ പ്രശ്നങ്ങളിൽ ഫത്വ ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കൽ 7 ആളുകൾ വന്ന് ഇയാളെ വീട്ടിലേക്ക്. അന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും വന്നിട്ടില്ല, നബിയായി വന്നിട്ടില്ല, നുബുവത്തിനൊക്കെ മുമ്പാണ്, ജാഹിലിയ്യത്തിലാണ്. അങ്ങനെ ഈ ആമിറുൽ ഉദ്വാൻ്റെ വീട്ടിൽ വന്നിട്ട് അവർ ഒരു പ്രശ്നം അവതരിപ്പിച്ച്. അവരിലൊരു വ്യക്തി, അയാൾ ഹുൻസയാണ്. ഹുൻസൽ മുഷ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആണാണോ പെണ്ണാണോ തിരിച്ചറിയാത്ത വിധം ലൈംഗിക അവയവങ്ങൾ ഇതാണ്. ആണിൻ്റെതും ഉണ്ട് പെണ്ണിൻ്റെതും ഉണ്ട്. അപ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല. ഇന്നാണ് മാതിരിയല്ല അന്നത്തെ കാലം. ഇന്നാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് വൈദ്യശാസ്ത്രം പുരോഗമിച്ചത് കൊണ്ട് തെളിയിക്കാൻ പറ്റും ആണാണോ പെണ്ണാണോ എന്നുള്ളത്. ഇത് ഒരു ഹുൻസൽ മുഷ്കിലാണ്. അതിന് ആണിൻ്റെ പിന്നെയും അതേപോലെ തന്നെ പെണ്ണിൻ്റെയും ലൈംഗിക അവയവം അത് ഏതാണ് തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് വന്നിട്ട് ചോദിച്ച്, എന്താ ചോദിച്ചത്? ഇയാൾക്ക് അനന്തര സ്വത്ത് കൊടുക്കണോ വേണ്ടേ എന്നുള്ളതാണ് വിഷയം. ആണാണെങ്കിൽ അന്നത്തെ പതിവനുസരിച്ച് അനന്തര സ്വത്തുണ്ട്. പെണ്ണാണെങ്കിലോ സ്വത്തുണ്ടോ? അന്ന് സ്വത്തില്ല, പെണ്ണിന് സ്വത്തില്ല. അപ്പോൾ ഇത് ആണാണെങ്കിൽ അവൾക്ക് സ്വത്ത് കൊടുക്കണം, പെണ്ണാണെങ്കിൽ എന്ത് ചെയ്യണം? ഉള്ള സ്വത്തും കെട്ടെടുക്കണം. കാരണം ജാഹിലിയത്തിൽ എന്ത് ചെയ്യില്ല, പെണ്ണിന് സ്വത്ത് കൊടുക്കില്ല. അവളെ അനന്തരം എടുക്കുക എന്നുള്ളതല്ലാതെ അവൾക്ക് അനന്തര സ്വത്ത് കൊടുക്കില്ല ജാഹിലിയത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് താല്പര്യത്തിൽ 7 ആൾ വന്ന ഇയാളെ പെരയ്ക്ക്. അപ്പോൾ അയാൾ എന്ത് ചെയ്ത്, അയാൾ ഇതിൽ ഒരു ഫത്വ കൊടുക്കാൻ അയാൾക്ക് അറിയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തില്ല, അയാൾ ഇവരെ അയാൾ ഈ വിഷയത്തിൽ അയാളൊരു ഹക്കീമാണ്, ഒരു യുക്തിജ്ഞനാണ്. അപ്പോൾ അയാളിങ്ങനെ ആലോചിച്ചിരിക്കുക എന്നുള്ളതല്ലാതെ എന്ത് ഫത്വ കൊടുക്കണം എന്നുള്ളത് അയാൾക്കറിയില്ല. അങ്ങനെ കുറേ ദിവസം 10-40 ദിവസം ഇവർ ഇയാളെ വീട്ടിൽ പാർത്ത്, ഇയാളെന്തെങ്കിലും വിധി പറയട്ടെ, കാരണം അവരിലെ മുഖ്യനാണ്, അയാളുടെ വീട്ടിൽ പാർത്ത്. അങ്ങനെ ഈ ആമിറുൽ ഉദ്വാനിക്ക് ഒരു അടിമപ്പെണ്ണുണ്ട്, സഹീല എന്നാണ് അവൾക്ക് പേര്, സഹീല. ഈ സഹീല എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, ഇയാൾ അടിമയാണ്, ഇയാളുടെ അടിമയാണ് ഈ പെണ്ണ്. ഇവളെ ആടുകളെ, ഇയാൾക്ക് കുറേ ആടുകളുണ്ട്, ഇവളാണ് ഇടയത്തിയാണ്, ആടിനെ മേക്കാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ ഇവളോട് ഇയാൾ പറയും നേരത്തെ വരാൻ, കാരണം ഈ 7 ആളുകൾ ഇയാളെ വീട്ടിൽ ഗസ്റ്റുകളാണ്. അപ്പോൾ ഈ ആടുകളെ ഇവൾ കൊണ്ടുവന്നിട്ടാണ് അവർക്ക് പാല് കൊടുക്കാനും അതിനൊരു ആടിനെ അറുത്തിട്ട് ഇവർക്ക് വിരുന്ന് കൂട്ടാനും. അങ്ങനെ ഇവൾ നേരം വൈകിയിട്ടുണ്ടെങ്കിൽ ഇയാളെന്ത് ചെയ്യും, ഈ പെണ്ണിനോട് ദേഷ്യപ്പെടും, ശകാരിക്കുകയൊക്കെ ചെയ്യും. ഒരിക്കലും അതിനെ അടിച്ചതാണ് ഈ പെണ്ണിനെ, കാരണം അന്നത്തെ കാലത്തിൽ ജാഹിലിയത്തല്ലേ. അങ്ങനെ നാളുകൾ കുറേ നീണ്ടുപോയി, 10-40 ദിവസമായി. ഈ പെണ്ണാണെങ്കിൽ എന്താണ് വിഷയം എന്ന് അറിയണില്ല, ഇയാൾ ദേഷ്യത്തിലാണ്, പെരുമാറ്റമൊക്കെ മോശമാണ്, ആടുകളാണെങ്കിൽ എണ്ണം കുറയാണ്. അപ്പോൾ ഒരു ദിവസം ഈ സഹീല ചോദിച്ചതാണ് ആമിർ ഉദ്വാനോട്, എന്താണ് ഈ ആളുകളെ, ഇത്രയും ആളുകളെ ഈ പെരയിൽ ഇങ്ങനെ തീറ്റി പോറ്റുന്നത്, 10-40 ദിവസമായി ആടുകളുടെ എണ്ണം കുറയുന്നു, എൻ്റെ സ്വഭാവമാണെങ്കിൽ മോശം ആയി മാറുന്നത്, എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഈ ആമിർ ഉദ്വാനി ഇവളോട് പറഞ്ഞു എന്നാണ്, ഇവലെ ഒരു കേസായിട്ട് വന്നതാണ്, ആ കേസിൻ്റെ സ്വഭാവം ഇന്നതാണ്, ഒലടിയിൽ ഒരാളുണ്ട്, അത് ഹുൻസൽ മുഷ്കിലാണ്, അപ്പോൾ സ്വത്ത് കോരി കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് ചോദിച്ചിട്ടാണ് അവർ വന്നതെന്ന്. അപ്പോൾ ഈ സഹീല പറഞ്ഞു എന്നാണ്, എന്താ പറഞ്ഞത്, ഇതാണ് അവളുടെ അത്ബിഉൽ ഹുക്മൽ മുബാൽ അല്ലെങ്കിൽ മബാൽ എന്നാണ്. ഈ സഹീല ബനോട് പറഞ്ഞതാണ് അത്ബിഉൽ ഹുക്മൽ മബാൽ, അതായത് ഇവരുടെ കേസിൻ്റെ വിധി ആ വ്യക്തി മൂത്രമൊഴിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അത് നോക്കിയിട്ട് വിധിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണിൻ്റെ രീതിയിലാണ് മൂത്രമൊഴിക്കണമെങ്കിൽ ആണായിട്ട് പരിഗണിക്കുക, അതല്ല പെണ്ണിൻ്റെ രീതിയിലാണ് മൂത്രമൊഴിക്കണമെങ്കിൽ പെണ്ണായിട്ട് പരിഗണിക്കുക. മബാൽ എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കുന്ന സ്ഥലമാണ്, അതിനനുസരിച്ച് മതവിധി കൊടുക്കുക, അല്ല ഇതിൻ്റെ ഹുക്മ് വിധി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സഹീല പറഞ്ഞു. മനസ്സിലായോ? അത് ഈ സ്ത്രീ പറഞ്ഞപ്പോൾ ഇയാൾക്ക് വലിയ ആശ്വാസമായി, കാരണം അതുതന്നെയാണ് അതിൻ്റെ വിധി. ഇസ്ലാമിക ശരീഅത്തിലും അങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ ശരീഅത്തിലും അതാണ്. ഹുൻസൽ മുഷ്കിലാണ് എങ്കിൽ സ്വത്തോരി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതാണ് നോക്കുക, ലൈംഗിക അവയവം എങ്ങനെയാണ്, അത് ഒന്നുകൂടി വ്യക്തമാണെങ്കിൽ മൂത്രമൊഴിക്കണത് എങ്ങനെയാണ് നോക്കുക. ആണിൻ്റെ രീതിയിലാണ് എങ്കിൽ ആണായിട്ട് പരിഗണിക്കും, പെണ്ണിൻ്റെ രീതിയിലാണെങ്കിൽ പെണ്ണായിട്ട് പരിഗണിക്കും. അപ്പോൾ ഈ ആമിർ ഉദ്വാനി ഇവളുടെ വാക്ക് സ്വീകരിച്ചു. അവളോട് ദേഷ്യപ്പെട്ടിരുന്ന ആൾ ഓളെക്കുറിച്ചൊരു കവിത ഒക്കെ ചെല്ലുണ്ട്, ജസാക്കില്ലാഹു ഖൈറൻ യാ സഹീല എന്ന് പറഞ്ഞിട്ടൊരു കവിത ഒക്കെ ഉണ്ട് ഇവളുടെ വിഷയത്തിൽ. ഏതായാലും പിന്നീട് എന്താണ് ഈ 7 ആളുകൾക്ക് ഈ ഫത്വ കൊടുത്തതാണ് നോക്കാൻ പറഞ്ഞാൽ. അതിനനുസരിച്ച്
ഈ സംഭവം ജാഹിലിയത്തിൽ നടന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇമാം അബ്ദുറഹ്മാനുൽ ഔസാഇ ഈ സംഭവം എടുത്തു കൊടുത്തിട്ട് പറയാണ്, ഈ ഒരു മനുഷ്യന് അള്ളാഹുവിൽ വിശ്വാസമല്ല, മുശ്രിക്കാണ്, അന്ത്യനാളിൽ വിശ്വാസമല്ല, അതേപോലെ തന്നെ ഹലാലും ഹറാമുമില്ല. എന്നിട്ടും ഒരു വിഷയത്തിൽ അയാളൊരു ഹക്കീമാണെന്നുള്ള ആളുകൾ മസല ചോദിച്ചു വന്നപ്പോൾ അയാൾ എന്ത് ചെയ്തില്ല, ഫത്വ കൊടുക്കാതെ 40 പൈസ ഇരുന്ന് എന്നിട്ടാണ് ഒരു ഫത്വ കൊടുത്തത്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള, അന്ത്യനാളിൽ വിശ്വാസമുള്ള, ഹലാലും ഹറാമും ഇന്നതാണെന്ന് അറിയണ മനുഷ്യന്മാർ അറിവില്ലാത്തൊരു വിഷയത്തിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാടി കടന്ന് ഫത്വ എടുക്കുന്നത് അത് വളരെ സൂക്ഷിക്കണം എന്നാണ് ഈ സംഭവം കൊടുത്തിട്ട് ഇമാം ഔസാഇ അബ്ദുറഹ്മാൻ ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവത്തെ തുടർന്ന് നൽകിയത് ഒരു അനുബന്ധ കുറിപ്പ്. മനസ്സിലായല്ലോ. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞ് ചില മനുഷ്യന്മാർ നല്ല ഇൽമുള്ളവരായിരിക്കും, നല്ല ഹിക്മത്തുള്ളവരായിരിക്കും, അറിവുള്ളവരൊക്കെ ആയിരിക്കും, അവർക്ക് ചില മസലകൾ അറിഞ്ഞില്ല എന്ന് വരും. അതേസമയം ചിലർ സാമൂഹ്യ ശ്രേണിയിൽ വളരെ പതിതരും താഴേക്കടയിലുള്ളവരായിരിക്കും. അള്ളാഹുവിൻ്റെ തൗഫീക്കിനാൽ അവർക്ക് ചില കാര്യങ്ങൾ വിവരമുള്ളവർക്ക് കിട്ടാത്തത് അവർക്ക് കിട്ടിയെന്ന് വരും. മനസ്സിലായില്ലേ? അതിന് ഉദാഹരണമാണിത്. എന്ത് വേണം, അറിവുള്ളവൻ താഴെയുള്ള ഒരാൾ പറഞ്ഞാലും ഓനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അത് ചിലർ സ്വീകരിക്കൂല. ഇജാതെ പറയാനും വയ്ക്കും. ഇവിടെ മാതിരി ആളുകളൊക്കെ ഉള്ള സമയത്ത് ഇജാണ് പതേറ്റ് വരണേന്ന് വെച്ചിട്ട് ആളുകൾ അയാളെ വിഗണിക്കും. മനസ്സിലായില്ലേ? അത് അത് പാടുള്ളതല്ല. ആരിൽ നിന്നാണെങ്കിലും ഹക്ക് സ്വീകരിക്കണം എന്നതിനും ഇത് തെളിവാണ് എന്നുള്ളത് ചിലർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ സംഭവത്തെ പുരസ്കരിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വിഷയം ഇതാണ്. നമ്മളുടെ വിഷയം ഈ ഒരു മനുഷ്യൻ മുശ്രിക്കായിട്ടൊന്നും ഹലാല് ഹറാമ് ബോധമില്ലാത്തൊരു മനുഷ്യൻ അയാളോടൊരു വിഷയം ചോദിച്ചപ്പോൾ അയാൾ 40 ദിവസം കാത്തിരിക്കുകയാണ്, അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് പറയാതെ. എന്നാൽ ഇന്ന് പല മനുഷ്യന്മാരും ഹലാലും ഹറാമും ഒക്കെ അവർക്ക് ബോധമുണ്ട്, അള്ളാഹിനെക്കുറിച്ച് വിശ്വാസമുണ്ട്, അന്ത്യനാളിനെക്കുറിച്ച് വിശ്വാസമുണ്ട്. ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എടുത്തു ചാടി പറയുന്നതിനൊരു പേടിയില്ല എന്നുള്ളതാണ്. ഒരു വിരക്തിയും അതേപോലെ തന്നെ ഒരു പ്രയാസമില്ലാതെ നിസ്സങ്കോചാണ് ആളുകളുടെ ഓരോ വിഷയങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് സൂക്ഷ്മമായിട്ട് പറയേണ്ടതായ വിഷയങ്ങൾ, അഖീദയുടെ വിഷയങ്ങൾ വരെ ചിലർക്കൊരു പ്രശ്നമല്ല എന്നുള്ളത്. അത് ഒരു സൂക്ഷിക്കപ്പെടേണ്ട വലിയൊരു രോഗമാണത്. ഇത്തരം വിഷയങ്ങൾ എനിക്കറിയാം. ചില ഫോണുകളിൽ ചില ആളുകൾ ചോദിക്കുകയാണ്, ഏതോ ഒരു ദിവസം ശനിയാഴ്ച വെള്ളിയാഴ്ച എങ്ങാണ്ട് ആശൂറ വന്നിട്ട് നോമ്പെടുത്തത് പകുതി വൈക്കത്ത് മുറിപ്പിച്ചെന്നാണ്. വെള്ളിയാഴ്ച ദിവസം നോമ്പെടുക്കാൻ പാടില്ല, ശനിയാഴ്ച ദിവസം നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നോമ്പ് മുറിപ്പിച്ച്, അറഫ നോമ്പ് മുറിപ്പിച്ചാണ് ചിലർ. വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഒന്നും നോമ്പെടുക്കാൻ പാടുള്ളതല്ല, അതുകൊണ്ട് അറഫ നോമ്പ് പാടില്ല. അതേപോലെ തന്നെ ആശൂറ പാടില്ല, ആശൂറ ആണെങ്കിലും അറഫ ആണെങ്കിലും ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നോമ്പെടുത്തവരെ മുറിപ്പിച്ച ജാഹിലീങ്ങളുണ്ട്. അത് വളരെ സൂക്ഷിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ചില ആളുകൾ അവരുടെ പഠനം തന്നെ ഭൗതികമായിട്ടായിരിക്കും. എന്നിട്ട് പെട്ടെന്നായിരിക്കും അവരുടെ കയ്യിലൊരു കിതാബ് കിട്ടുന്നത്. ഏതെങ്കിലും ഒരു അറബി ഷെയ്ഖിൻ്റെ മുന്നിൽ പോയി കുത്തർന്നിട്ട് അയാൾ എന്താണ് പറയുന്നത് ഇവർക്ക് വിവരം ഉണ്ടാവില്ല. സ്ഫുട ഭാഷയിൽ അറബി സംസാരിക്കുന്ന അവരുടെ സംസാരം ഇവർക്ക് തിരിയല്ല. ഫീ മാഫി കലാമാണ് എങ്കിൽ പിന്നെ കുറച്ച് തിരിഞ്ഞെന്ന് വരും. അതേസമയം ഈ മനുഷ്യന്മാർ വലിയ വലിയ ഷെയ്ഖുമാരുടെ വലിയ വലിയ ദൗറകളിൽ അതേപോലെ തന്നെ വൈജ്ഞാനികമായ അറബി ഭാഷയുള്ള ഇൽമിയായ സദസ്സുകളിൽ പോയിരുന്നിട്ട് പൊട്ടന്മാരായിരിങ്ങനെ ഇരിക്കുക. എന്നിട്ട് അയാൾ ഇതാണെന്ന് പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച് നടക്കുക. അങ്ങനെയാണ് ഇങ്ങനത്തെ കുറേ ഫത്വകൾ വരുന്നത്. ഈ അറഫ നോമ്പ് മുറിപ്പിച്ച് അതേപോലെ തന്നെ ഈ ആശൂറ മുറിപ്പിച്ചതായൊക്കെ ഇത് ആലോചിച്ച് നോക്കി. അത് വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതായ ഒരു വിഷയമാണത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മസല എന്നിവിടെ നമ്മൾ സംസാരിച്ചത്. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.